ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് തളിക്ഷേത്രത്തിന് സമീപം വടക്ക് ഭാഗത്തായി കലാചാരുത വിളിച്ചോതുന്ന കുറേ ശില്പങ്ങൾ കൊത്തിവെച്ച പില്ലറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എൻ്റെ കണ്ണിൽപ്പെട്ടു. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. കോഴിക്കോട് സാമൂതിരി മഹാരാജാവിൻ്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന ശില്പ ബോർഡുകൾ ആണ് അവ. കോൺക്രീറ്റിലാണ് ബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ബോർഡുകളായി ഞാൻ നോക്കി നടന്നപ്പോൾ സാമൂതിരി മഹാരാജാവിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ച വസ്തുതകൾ എൻ്റെ ഓർമ്മകളിലേക്ക് തികട്ടി വന്നു. ആ ഭരണകാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാജ്യം ഭരിച്ചു എന്ന ഖ്യാതി സാമൂതിരി രാജാക്കന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഏകദേശം 750 വർഷക്കാലം കോഴിക്കോട് മുതൽ തെക്കോട്ട് നീളുന്ന തെക്കൻ മലബാർ ഭരിച്ചിരുന്ന സാമൂതിരിമാരെ കുന്തലക്കോലാതിരിമാർ എന്നും ഏറാടിമാർ എന്നും വിളിച്ചിരുന്നു. നെടിയിരിപ്പ് സ്വരൂപം ആണ് ഇവരുടെ വംശം. ഇവർക്ക് നാടുവാഴി സ്ഥാനം ലഭിച്ചത് കേരള ചരിത്രത്തിൽ പ്രോജ്വലമായ ഭരണം കാഴ്ചവെച്ച ചേരമാൻ പെരുമാളിൽ നിന്നും ആയിരുന്നു. ചേരമാൻ പെരുമാളിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് സീനിയർ സഞ്ചാരിയുടെ എപ്പിസോഡ് നമ്പർ 193 കാണുക. കോഴിക്കോട് ആയിരുന്നു സാമൂതിരിമാരുടെ ഭരണസിരാ കേന്ദ്രം. ഭാരതപ്പുഴയും കടന്ന് അതിനു തെക്കുള്ള പ്രദേശങ്ങളും കീഴ്പ്പെടുത്തുന്നതിന് അവർ നിരന്തര യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. തുറമുഖങ്ങൾ വഴിയുള്ള കച്ചവടത്തിലൂടെ മധ്യ കേരളത്തിൽ ഏറ്റവും തിളക്കമേറിയ ചരിത്രം സൃഷ്ടിക്കുന്നതിന് സാമൂതിരിമാർക്ക് കഴിഞ്ഞു. AD 1341 പെരിയാർ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുകയും കൊടുങ്ങല്ലൂർ മുസിരിസ് തുറമുഖം നശിക്കുകയും ചെയ്ത കാലഘട്ടത്തിലാണ് ചേരമാൻ പെരുമാൾ ഏറാടിമാർ എന്നറിയപ്പെട്ടിരുന്ന സാമൂതിരിമാർക്ക് കോഴിക്കോടും ചുള്ളിക്കാടും ദാനം ചെയ്തത്. നായർ ജാതിയിലെ ഒരു ഉപജാതിയാണ് ഏറാടിമാർ. കോഴിക്കോടിനു ചുറ്റുമുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് പയ്യനാട്, ചോളനാട്, പൂഴിനാട് എന്നിവ. കോഴിക്കോട് ചേർന്ന് കിടക്കുന്ന 22 ഊരുകൾ ചേർന്നതാണ് പോളനാട്. പൊന്നാനിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് പൂഴിനാട്. പോളനാട് രാജാവിന്റെ സേനാനായകരായിരുന്ന ഏറാടിമാർക്ക് കോഴിക്കോടിന്റെ നാടുവാഴി സ്ഥാനം ലഭിക്കുകയും അവർ പിന്നീട് സാമൂതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കുന്ന കാലഘട്ടത്തിലാണ് AD 1498 വാസ്കോഡിഗാമ കാപ്പാട് തീരത്ത് കപ്പലിറങ്ങുന്നത്. പൊന്നാനിയിൽ കോട്ടകെട്ടി രാജ്യം ഭരിച്ചിരുന്ന സാമൂതിരി വാസ്കോഡഗാമയെ കാണാൻ കാപ്പാട് എത്തി. സാമൂതിരി പോർച്ചുഗീസുകാരെ സ്വീകരിച്ചുവെങ്കിലും 1500 മുസ്ലിങ്ങൾ പോർച്ചുഗീസുകാർക്കെതിരെ ലഹള തുടങ്ങി. അതിന്റെ ഫലമായി സാമൂതിരി പോർച്ചുഗീസുകാരെ കോഴിക്കോട് നിന്നും പുറത്താക്കി. അങ്ങനെ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിൽ അഭയം പ്രാപിക്കുകയും അവിടെ കോട്ടയും പള്ളിയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. അതാണ് മാനുവൽ കോട്ടയും സെന്റ് ഫ്രാൻസിസ് പള്ളിയും. പക്ഷേ സാമൂതിരി പോർച്ചുഗീസുകാരെ തോൽപ്പിക്കുന്നതിനു വേണ്ടി കൊച്ചിയെ ആക്രമിച്ച് തകർത്ത് കളയുകയും കൊടുങ്ങല്ലൂർ പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് കപ്പലുകൾ നശിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം നടക്കുന്നത് AD 1503 ആണ്. 1504 പോർച്ചുഗീസുകാർ കൊടുങ്ങല്ലൂർ അഗ്നിക്കിരയാക്കുകയും 1505 സാമൂതിരിയുടെ നിരവധി കപ്പലുകൾ നശിപ്പിക്കുകയും ചെയ്ത് അനവധി ആളുകളെ കൊലപ്പെടുത്തി. കണ്ണൂർ ഭരിച്ചിരുന്ന കോലത്തിരി രാജാവിനെ സാമൂതിരി കാണുകയും പോർച്ചുഗീസുകാരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് സെന്റ് ആഞ്ചലോ കോട്ട ആക്രമിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ സാമൂതിരി ഈ ശ്രമത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു. AD 1506 മുതൽ വിവിധ കാലഘട്ടങ്ങളിൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഏറ്റുമുട്ടുകയും രണ്ടു കൂട്ടരും ജയപരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. സാമൂതിരിയെ പോർച്ചുഗീസുകാർ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാമൂതിരി രക്ഷപ്പെട്ടു. 1525 പോർച്ചുഗീസുകാർ പൊന്നാനി കൊള്ളയടിച്ചു. പോർച്ചുഗീസുകാർ ബേപ്പൂരിനപ്പുറം ചാലിയത്ത് ഒരു കോട്ട നിർമ്മിച്ചു. 1550 പോർച്ചുഗീസുകാർ പൊന്നാനി നഗരം ആക്രമിച്ച് ചുട്ടെരിച്ചു. 1569-70 കാലഘട്ടങ്ങളിൽ സാമൂതിരി ചാലിയങ്കോട്ടയെ നിരന്തരം ആക്രമിക്കുകയും 1571 കോട്ടയെ നശിപ്പിക്കുകയും ചെയ്തു.
സാമൂതിരിയുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ട പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് കോട്ടയും പള്ളിയും നിർമ്മിക്കുന്നതിന് സാമൂതിരി അനുവാദം കൊടുത്തു. പക്ഷേ ഇതിൽ കുപിതനായ സാമൂതിരിയുടെ സേനാനായകൻ കുഞ്ഞാലിമരക്കാർ സാമൂതിരിയിൽ നിന്നും അകലുകയും സാമൂതിരിയുടെ കപ്പലുകൾ പിടിച്ചെടുത്ത് അഗ്നിക്കിരയാക്കുകയും ചെയ്തു. കുഞ്ഞാലിയുടെ നടപടിയിൽ കുപിതനായ സാമൂതിരി പോർച്ചുഗീസ് സൈന്യത്തിനോടൊപ്പം ചേർന്ന് കുഞ്ഞാലിയെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുകയും ഗോവയിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. AD 1600 കുഞ്ഞാലിമരക്കാരെ കൊല ചെയ്തത്. 1604 ഡച്ചുകാർ രംഗപ്രവേശം ചെയ്യുന്നു. ഡച്ചുകാരുടെ സഹായത്തോടെ സാമൂതിരി പോർച്ചുഗീസുകാരെയും കൊച്ചിയെയും യുദ്ധത്തിൽ തോൽപ്പിച്ചു. 1743 വള്ളുവനാടിനോട് സാമൂതിരി യുദ്ധം ചെയ്യുന്നു. 1557 വരെ യുദ്ധം തുടരുകയും സാമൂതിരി വള്ളുവനാടിനെ പിടിച്ചെടുത്ത് സാമ്രാജ്യം വലുതാക്കുകയും ചെയ്യുന്നു. പക്ഷേ 1760 വള്ളുവനാട് രാജാവ് മൈസൂർ രാജാവായ ഹൈദരാലിയുടെ സഹായം അഭ്യർത്ഥിക്കുകയും ഹൈദരാലി സാമൂതിരിയെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ചെയ്തു. സാമൂതിരി ഹൈദരാലിയുമായി സന്ധിയിൽ ഏർപ്പെടുകയും യുദ്ധച്ചെലവിനായി 12 ലക്ഷം പൊൻപണം കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ സാമൂതിരിക്ക് ഈ വാക്കു പാലിക്കാൻ സാധിച്ചില്ല. 1766 സാമൂതിരി മാമാങ്കം നടത്തുന്ന വേളയിൽ ഹൈദരാലി ചതിക്കു പകരം ചോദിക്കാൻ കോഴിക്കോട് എത്തുകയും പണം നൽകാൻ ഗത്യന്തരമില്ലാതെ സാമൂതിരി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. 700 പരം വർഷം സാമൂതിരിമാർ മലബാർ ഭരിച്ചെങ്കിലും യുദ്ധങ്ങളിൽ മാത്രം മുഴുകി നടന്നിരുന്ന ഇവരുടെ ഭരണകാലത്ത് യാതൊരു പുരോഗതിയും ഇല്ലാതെ മലബാർ അധപ്പതിച്ചു എന്ന് പറയപ്പെടുന്നു. കൃഷിയോ ഗതാഗതമോ നാടിന്റെ വികസനമോ ചെയ്യാതെ വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ യുദ്ധങ്ങളിൽ മാത്രം ഏർപ്പെട്ട് കാലം കഴിച്ചിരുന്ന ഒരു രാജവംശത്തിന്റെ ചരിത്രമാണ് സാമൂതിരിമാരിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ സാമൂതിരി മഹാരാജാവിന്റെ ജീവിത കഥ മനസ്സിലാക്കി ശില്പ മതിലുകളിലെ വ്യത്യസ്തങ്ങളായ രചനകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി സാമൂതിരിയുടെ ഭരണകാലം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി സീനിയർ സഞ്ചാരി അവിടെ നിന്നും മാനാഞ്ചിറ മൈതാനം ലക്ഷ്യമാക്കി നടന്നു. മാനാഞ്ചിറ മൈതാനത്തെ ശില്പക്കാഴ്ചകളും ഉദ്യാന കാഴ്ചകളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.